എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്നത് ശ്രീ മത്തായി മുതിരേന്തിയാണ്. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത്, ആരാണ് ഈ മത്തായി മുതിരേന്തി? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി. ഞാൻ പാലാ രൂപതയിലെ പൂഞ്ഞാറിനടുത്ത് പെരുങ്കുളം എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതാണ്. പൂഞ്ഞാർ സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ, സെൻറ്റ് ജോർജ് കോളേജ് അരുവിത്ര, പാലാ സെയിൻറ്റ് തോമസ്, ഇന്ത്യൻ ലോ സൊസൈറ്റീസ് ലോ കോളേജ് പൂന എന്നിവിടങ്ങളിൽ നിന്ന് LLB പാസ്സായി 1974 നവംബർ 9 പാലായിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു. എൻ്റെ അമ്മയുടെ സഹോദരൻ VV വർക്കി വെള്ളാത്തോട്ടത്തിനൊപ്പം. ഞാൻ നവംബർ മാസം കഴിഞ്ഞ് 1976 ജനുവരി 1 എറണാകുളം നഗരത്തിൽ അഡ്വക്കേറ്റ് M ഭാസ്കരമേനോൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നീട് ഞാൻ ഇൻഡിപെൻഡൻ്റായി. ഇപ്പോൾ അടുത്ത നവംബർ 9 ആകുമ്പോൾ 50 കൊല്ലമാവും ഞാൻ അഭിഭാഷകനായിട്ട്. ഞാൻ ക്രിമിനൽ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാനിപ്പോൾ 3-ാം പ്രാവശ്യം എറണാകുളം ബാർ അസോസിയേഷൻ പ്രസിഡൻ്റാണ്. വിവിധ മേഖലയിൽ നിൽക്കുന്നു. ബാർ കൗൺസിൽ മെമ്പർ, ബാർ കൗൺസിൽ ട്രഷറർ എന്നീ നിലയിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. എറണാകുളത്ത് ഹൈക്കോടതിക്കടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. അവരും എല്ലാം ഓരോരോ ഡോക്ടർ, എൻജിനീയർ, അഭിഭാഷക എന്ന നിലയിലെത്തിയിരിക്കുന്നു. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. കൂടുതലും ട്രയൽ കേസുകളാണ് നടത്തുന്നത്, ക്രിമിനൽ കേസുകളാണ് നടത്തുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഇടവകാംഗമാണ്. ഞാൻ പാരിഷ് കൗൺസിൽ മെമ്പർ, പാസ്റ്റർ കൗൺസിൽ മെമ്പർ, വൈസ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ സഭാ സംബന്ധമായ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഒരു പ്രാവശ്യം കൈക്കാരനായിരുന്നു ബസിലിക്കയുടെ. പാസ്റ്റർ കൗൺസിലിൽ 2 തവണയായിട്ടുണ്ട്, 6 കൊല്ലത്തോളം. ഇതാണ് സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിച്ചത് സിനഡാണ്. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ 14-ാം തീയതി കൂടാനിരുന്ന സിനഡിൻ്റെ തീരുമാനങ്ങൾ 9-ാം തീയതി രാവിലെ ഒപ്പിടാത്ത ഒരു സർക്കിളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും വൈകുന്നേരം വീണ്ടും ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ഒപ്പിട്ട് മറ്റൊരു സർക്കുലർ പുറത്തിറങ്ങുകയൊക്കെ ചെയ്തു. അത് ആൾക്കാരിൽ ഒത്തിരിയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒന്ന് വിശദീകരിക്കാമോ? അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും സഭാ നേതൃത്വം തന്നിട്ടില്ല. എങ്കിലും അത് സിനഡുമായി അതിന് ബന്ധമുണ്ടെന്ന് ആ ഇടയലേഖനം കൊണ്ട് കാണുകയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായ മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂർ പിതാവും കൂടി എഴുതിയ ഇടയലേഖനമായിട്ടേ അത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. എല്ലാവരും പറയുന്നത് പോലെ 14-ാം തീയതി ഓൺലൈനിൽ കൂടേണ്ട സിനഡിന് ശേഷം വരേണ്ടതായിരുന്നു അതെന്ന് പറയുന്നതിൽ സഭ അങ്ങനെ പറയുന്നില്ല. ഔദ്യോഗികമായി അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിട്ടില്ല. അല്ല, അത് ആദ്യം ഇറങ്ങിയത് ഒപ്പിടാത്തൊരു സർക്കുലർ, അത് കഴിഞ്ഞ് വൈകുന്നേരമായാണ് ഒപ്പിട്ടത് ഇറങ്ങിയത്. അതിന്റെ കാരണം എന്താണ്? അത് പിന്നെ മൗണ്ട് സെന്റ് തോമസിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ തെറ്റായിരിക്കാം. ഒപ്പിടുന്നതിന് മുമ്പ് അത് എങ്ങനെയെങ്കിലും ലീക്ക് ഔട്ടായത് അത് നമുക്കറിയാം. ആൻഡ്രൂസ് മെത്രാപ്പൊലീത്ത റോമിൽ പോപ്പിനൊരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. ആ ലെറ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും തീവ്രവാദികളാണെന്നും അവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും തീവ്രവാദികളുടെ പണം കൊണ്ടാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നതെന്നൊക്കെ ഒരു വലിയ പരാമർശമുണ്ടായി. വലിയ ഗുരുതരമായ ഒരു പരാമർശം. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാർ ആൻഡ്രൂസ് താഴത്ത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ റോമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പല കത്തുകളും പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു. ഈ കത്ത് മാത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഏകദേശം 1 കൊല്ലത്തിന് ശേഷമാണ്.
എനിക്ക് തോന്നുന്നു 2023 വല്ലതും ആയിരിക്കും അത്. അതിന് അതേപ്പറ്റി ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിത് അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പോപ്പിന് കൊടുത്തൊരു ലെറ്ററാണ്. ആ ലെറ്ററാണ് ഈ ചോർന്ന് പുറത്തു വന്നത്. അത് അതിന്റെ ഓണർഷിപ്പ് അദ്ദേഹം ആരോടും അംഗീകരിച്ചതായിട്ട് നമുക്കറിയില്ല. ഈ ചോർന്ന് കിട്ടിയ ലെറ്റർ ഞാൻ പോപ്പിന് കൊടുത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം എങ്ങും പബ്ലിക്കായി പറഞ്ഞാൽ നമുക്കറിയില്ല. ചിലപ്പോൾ ശരിയായിരിക്കാം, അദ്ദേഹം കൊടുത്തിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളായിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും വിശ്വാസികൾക്ക് പ്രയോജനമൊന്നുമില്ല ഈ ലെറ്റർ കൊണ്ട്. ആൻഡ്രൂസ് താഴത്തെ പിതാവ് കൊടുത്തതായ ഒരു ലെറ്റർ കൊണ്ടും വിശ്വാസികൾക്ക് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും പറയുന്നത് ഒന്നുകിൽ ലിറ്ററജിക്കൽ വേരിയൻ്റായിട്ട് അനുവദിച്ചു തരിക, അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മെത്രാപ്പൊലിത്തൻ സഭയാക്കി ഞങ്ങളെ മാറ്റുക. ഈ രണ്ട് കാര്യങ്ങളാണ് സിനഡിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചുകൂടെ? അങ്ങനെ പ്രശ്നം പരിഹരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു സഭയാണെങ്കിൽ ഒരു കുർബാന ക്രമമായിരിക്കണം, കൂദാശകൾ ഒരുപോലെ ഇരിക്കണം. അല്ലെ സഭയെന്ന് പറയുന്നതിൽ അർത്ഥം എന്നാ? പക്ഷേ അങ്ങനെയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ വ്യത്യാസമുണ്ടല്ലോ കുർബാന ക്രമത്തിലും. അത് ഓരോ അച്ഛന്മാരുടെ വ്യത്യാസങ്ങളാണ്, അത് അംഗീകരിച്ച രീതികളല്ല. അങ്ങനെ വന്ന് അപപ്രശ്നം കാണിക്കുന്ന എത്ര വൈദികർ ഇവിടെയുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന വേണമെന്ന് വാശി പിടിക്കുന്ന സിനഡ്. എന്താണ് ഏകീകൃതം? ഈ രൂപതയിലെ 480ഓളം വൈദികരും ഏതാണ്ട് 6 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളും ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണമെന്ന് അവരും വാശി പിടിക്കുന്നു. അവരുടെ ഈ ആഗ്രഹത്തെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? എന്താണ് ഇതേപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ഏകീകൃത കുർബാന വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല. ഒരു വിശ്വാസിയും ഒരു കുർബാനക്രമവും ആവശ്യപ്പെട്ടിട്ടില്ല. 76 വയസ്സായി എനിക്ക്. ഞാൻ ജനിച്ച കാലം മുതൽ ഇന്ന് വരെ ഇന്ന കൂദാശകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ കുർബാനക്രമം ഇങ്ങനെ ആയിരിക്കണം, ഇന്ന തിരുവസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, തക്സ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയൊന്നുള്ള യാതൊരു കാര്യങ്ങളും വിശ്വാസികളാരും സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരവരുടെ അധികാരം ഉപയോഗിച്ച് നമുക്ക് തരുന്നതാണിത്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ 18 കൊല്ലക്കാലം ഞാൻ അൾത്താരപാലനായിരുന്നു. അന്നേരം സുറിയാനിയായിരുന്നു കുർബാന മൊത്തത്തിൽ. അത് മുഴുവൻ അൾത്താരാഭിമുഖമായിരുന്നു. കാലക്രമത്തിലെല്ലാം അൾത്താരാഭിമുഖമായിരുന്നു. മലയാളത്തിലായപ്പോഴും കൾത്താരാഭിമുഖമായിരുന്നു. അന്ന് തിരുവസ്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തിരുവസ്ത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ അച്ഛൻ ഒരു കറുത്ത ലോഹയും ധരിച്ച് ഒരു കറുത്ത മുക്കോണം തൊപ്പിയും ധരിച്ചായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പള്ളിയിൽ വരുന്നത്. അതൊക്കെ മാറ്റം വന്നു. കാലക്രമത്തിൽ ഇതിനെല്ലാം വ്യത്യാസം വന്നു. ഇതൊന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നവയല്ലല്ലോ. അല്ല, വിശ്വാസികൾ ആവശ്യപ്പെടുന്നില്ല. ഇപ്പൊ സിനഡാണ് പറഞ്ഞത് ഏകീകൃത കുർബാന വേണം, ഏകീകൃത വേണം എന്ന് പറഞ്ഞത് സിനഡാണ്. പക്ഷേ ഈ സിനഡ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഏകീകൃതം? ഏകീകൃത കുർബാന ക്രമം എന്ന് സിനഡ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത്, പണ്ട് മുഴുവൻ സമയവും അൾത്താരാഭിമുഖമായിരുന്നു സുറിയാനി കുർബാന. അങ്ങനെയായിരുന്നു പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി മുതലായ രൂപതകളിൽ നടന്നിരുന്നത്. ഇടുക്കിയിലും അങ്ങനെയായിരുന്നു എന്നായിരിക്കും. എറണാകുളം വന്നപ്പോഴാണ് മുഴുവൻ സമയവും ജനാഭിമുഖമായി ആ കുർബാനകൾ തന്നെ വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് രണ്ടും കൂടി ഏകീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏകീകൃത കുർബാന എന്ന് ഇവർ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. 2ാം വത്തിക്കാൻ സുനോദോസ് കൂടിയതിന് ശേഷമാണ് എറണാകുളത്ത് ഈ സംഭവം വന്നേക്കുന്നത്. 2ാം വത്തിക്കാൻ സുനോദോസിന്റെ നിബന്ധനകൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് അങ്ങനെയാണ്, അവകാശവാദമാണ്, വിമതരായ വൈദികരുടെ അവകാശവാദമാണ്. അതിനെ ഞാൻ ഖണ്ഡിക്കുകയോ ചെയ്യുന്നില്ല, അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം 2ാം വത്തിക്കാൻ സുനോദോസിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതെ, തക്സയല്ല ഒന്നാണ്. തക്സ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തക്സ ഈ പോപ്പ് അംഗീകരിച്ച തക്സയാണ് ഉപയോഗിക്കുന്നത്. പോപ്പ് അംഗീകരിച്ച തക്സയിൽ അംഗീകരിച്ചാണ് വിമതര കുർബാന ചെല്ലുന്നതെന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അല്ലാത്തവര് ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എന്തുകൊണ്ടാണെന്നറിയാം? തോന്നിയ പോലെ കുർബാന ചെല്ലുന്നവരാ എല്ലാവരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചു വളർന്ന നാൾ മുതൽ കാണാതെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അച്ഛന്മാർ. അവർക്ക് തോന്നിയ പോലെ കുർബാനയില്ല, കാണാൻ പഠിച്ച സാധനങ്ങളങ്ങ് ചെല്ലുക. ചില അച്ഛന്മാർ മാത്രമേ തക്സ അനുസരിച്ച് കുർബാന ചെല്ലുന്നവരുള്ളൂ. അത് ഇപ്പോഴത്തെ കാലമല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പാട്ട്, പിന്നെ നമ്മൾ ഓരോ ഇപ്പം തന്നെ ഓൺലൈനിൽ കുർബാന കാണുന്നുണ്ട് ഞാൻ പല ടി വികളിലും. ആ ടി വികളിൽ കാണുന്ന ഒന്ന് കാണുന്നത് ഗുഡ്നസ് ടി വിയിലാണ്, ഒന്ന് ഷെക്കീന ടി വി കാണുന്നുണ്ട്, ഒന്ന് ഷാലോൺ ടി വി കാണുന്നുണ്ട്. ഇങ്ങനെ 3 കുർബാനകൾ ഞാൻ ദിവസവും
മാറി മാറി കാണുന്നുണ്ട് അവിടെ വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ. ഈ മൂന്നെണ്ണത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏകീകൃത കുർബാനയാണെന്ന് പറയുന്ന ഈ 3 കുർബാനകൾ തമ്മിലും വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി ഇവിടൊക്കെ ഇവർ സിനഡിന്റെ കുർബാനയെ ചെല്ലുന്നത്. അതിൻ്റെ അകത്ത് ഏകീകൃതമില്ല. അതും പലതും പല രീതിയിലാണ് ചെല്ലുന്നത്. ഈ ജനാഭിമുഖമായിട്ട് അച്ഛൻ നിന്നാലും ആൾത്താരാഭിമുഖമായിട്ട് നിന്നാലും വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്. അവര് അതിനോട് യോജിച്ച് നിൽക്കുന്നു. അല്ലാത്തവർ തോണ്ടുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. നമുക്ക് സിനഡാണ് പരമാധികാരം. ഹൈറാർക്കിക്കൽ സഭയായത്. ഇവിടെ ജനാധിപത്യമൊന്നുമില്ല. ഹൈറാർക്കിക്കൽ സഭ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ. അത് അങ്ങനെ പറഞ്ഞു വന്നാൽ 72 വർഷക്കാലം 2 മാർപ്പാപ്പമാർ സഭയെ ഭരിച്ചു. അവിഞ്ഞോൺ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ ഒരു പ്രാന്തപ്രദേശമാണ് അത്. അവിടെ ഉണ്ടായിരുന്ന പിന്നെ മാർപ്പാപ്പയുടെ കൊട്ടാരങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്കെതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടായത് നമുക്കറിയാം. അത് ബ്രിട്ടനിലെ പിന്നെ ചക്രവർത്തി സഭയുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് അതിന് വിശദാംശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. കൂനെക്കുറിച്ച് സത്യം, പിന്നെ ഉദയംപേരൂർ സൂനദോസ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് തന്നെ അതേപോലെ തന്നെയുള്ള ഒരു രീതിയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അതേപോലെ അത്ര ശക്തമാണോ എന്ന് ചോദിച്ചാൽ ഈ 450 അച്ഛന്മാരും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഏകദേശം എനിക്ക് മനസ്സിലായതനുസരിച്ച് 30 അച്ഛന്മാർ ഈ കുർബാനയിലാണെന്ന് ആദ്യം എഴുതി കൊടുത്തിരുന്നു. അതിന് മുമ്പ് 150 പേര് എഴുതി കൊടുത്തിരുന്നു. പക്ഷേ ഇതൊന്നും സഭാ നേതൃത്വം ഇവർക്ക് ആരെയും പിന്തുണച്ചില്ല. ഉദാഹരണം പറഞ്ഞാൽ ഏകീകൃത കുർബാന ചെല്ലുന്ന ഒരു അച്ഛന് ഒരു ലീവ് എടുക്കണമെങ്കിൽ പകരം ഒരു അച്ഛനെ കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും അവസാനമായി ചെയ്തത് നരികുളം അച്ഛനെ എറണാകുളം ബസിലിക്കയിൽ നിന്ന് മാറ്റിയിട്ടും അതിൻ്റെ സമയത്ത് തീർക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞത് ചെയ്തില്ല. 2022 നവംബർ 27 ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൽ ബസിലിക്കയിൽ കുർബാന അർപ്പിക്കുമെന്ന് 15 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞു നരികുളം അച്ഛൻ. പക്ഷെ അന്നും എറണാകുളം അരമനയ്ക്കകത്തുണ്ടായിരുന്ന 85 വൈദികർ സമരത്തിലായിരുന്നു. അന്നും സമരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഞാൻ 5:30 ചെല്ലുമ്പോഴും ഈ എറണാകുളം അരമനയ്ക്ക് അകത്തു നിന്ന് അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഒരു 100-300 ആൾക്കാർ കുന്നംകുളത്തു നിന്നൊക്കെ വന്നതും. അന്നാണ് എനിക്കിട്ട് ഒരു കുപ്പി വെള്ളം വെച്ചെറിഞ്ഞത്, എന്നെ തെറി പറഞ്ഞത്. ഇതൊക്കെ നടന്നതാണ്. അത് അന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവിനോട് പറയാൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ അരമന ശുദ്ധീകരിച്ചിട്ടല്ലാതെ ഇവിടെ കുർബാനയെല്ലാം സാധിക്കില്ല, അത് ബുദ്ധിമുട്ടാണ് എന്ന്. എങ്കിൽ പോലും സിറിൽ ബാസിൽ പിതാവിനെ കയറ്റി അതേ ഓഫീസർ പറഞ്ഞു, ഞാനും റിജു കാഞ്ഞൂക്കാരനും കൂടെ എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഫ്രണ്ട് ഗേറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്ത വരുന്നത്. അവിടെ അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു സിറിൽ ബാസിൽ പിതാവിനെ ബസിലിക്കയെ കയറ്റിയാണ്. അതേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അദ്ദേഹം പോലീസ് പറഞ്ഞു പിതാവിന് കയറണമെങ്കിൽ ഞാൻ കയറ്റാമെന്ന് പറഞ്ഞപ്പം വേണ്ട എന്ന് പറഞ്ഞ് പിതാവ് പോവുകയാണ് ചെയ്തു. താഴത്ത് പിതാവ് ഞാൻ തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ റിജു കാഞ്ഞുകാരന് ഒപ്പിച്ച് ഒറ്റയടിക്ക് നിൽക്കുന്ന ഒരിടത്ത് നിൽക്കിപ്പോണ്ട്. അപ്പം നമ്മുടെ സിനഡ് നേതൃത്വം കർക്കശമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് വേരിയന്റ് അനുവദിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് എന്താ തർക്കം? വിശ്വാസികൾക്ക് എന്താ വിഷമം? ഇതെന്താണ് അവർ ചെയ്തു കൊടുക്കാത്തത്? വേരിയന്റ് അനുവദിക്കാനല്ലോ ഇവർ 34 രൂപതകൾ നടപ്പാക്കാത്ത എന്താ? സിനഡിലെ 5 മെത്രാന്മാർ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് അവരെ ഉടനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ മത്തായി മുദ്രേന്തി പത്രങ്ങളിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാൻ? പറഞ്ഞതാണ് അത് പറയാനുള്ള കാരണം ഞാൻ അദ്ദേഹം ഇതിന് സിനഡാനന്തരം ഭരണികുളങ്ങര പിതാവ് ഞങ്ങൾ 5 പേര് നോട്ട് കൊടുത്തു എന്ന് പത്രത്തിൽ പറഞ്ഞു. പത്രക്കാർ, ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പത്രക്കാർക്ക് ഒരു ന്യൂസ് കൊടുത്തു. അത് ഞാൻ നേരെ കണ്ടതാണ്. ക്യാബിനറ്റ് ഡിസിഷൻ പോലെയാണ് സിനഡിൻ്റെ തീരുമാനങ്ങൾ. അത് പുറത്ത് പറയാനൊക്കെ അല്ല. പുറത്ത് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ അത് അംഗീകരിച്ചല്ലോ. വിമതര് മാത്രം പറഞ്ഞതല്ലിത്. ഭരണികുളങ്ങര പറഞ്ഞല്ലോ.
അപ്പം ഈ സിനഡിന് കെട്ടുറപ്പില്ല എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടോ? സിനഡ് കെട്ടുറപ്പില്ല എന്നുള്ളത് അതിലെ ചില വ്യക്തികൾക്കല്ലേ, അതിലെ ചില വ്യക്തികൾ. അപ്പോൾ കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൈക്കൂലി മേടിച്ചു എന്നോർത്ത് മന്ത്രിസഭ മുഴുവൻ കൈക്കൂലിക്കാരാന്ന് നമുക്ക് പറയാനൊക്കെ അല്ലേ? അല്ല, എന്തിനാ ഇവരാരെ പേടിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരാരെ പേടിക്കുന്നു? പിന്നെ അത് നമുക്ക് അംഗീകരിക്കാവുന്നത്, ഞാനൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ദൈവം പല കാര്യങ്ങളും സൃഷ്ടിച്ചു എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. അതിൽ ആദ്യത്തെ സൃഷ്ടി മാലാഖമാരെ ആയിരുന്നു എന്നാണ്. അതിൽ പകുതി എണ്ണം പിശാചുകളായി പോയി. അതുപോലെ സഭയ്ക്കും തെറ്റുപറ്റി. അല്ല, ദൈവത്തിന് തെറ്റുപറ്റാമെങ്കിൽ പിന്നെ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു എന്തിനെ കുറിച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മുടെ മനസ്സ് ക്ലിയർ ആണ്, നമ്മൾ കറക്റ്റാണ്, നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ 100% കറക്റ്റായ ഒരു മനുഷ്യരെ നമുക്ക് കിട്ടുകയല്ലോ. ഒരാളെ പേടിക്കണമെന്നല്ല, പേടിക്കണമെന്നുണ്ടെങ്കിൽ പേടിക്കുന്ന പല കാരണങ്ങളാണ്. ഞാൻ ഒരു പോലീസുകാരെ പേടിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വേണം പോലീസുകാരെ പേടിക്കാൻ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോലീസുകാരെ പേടിക്കണം. അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല. അപ്പൊ സിനഡിലെ പിതാക്കന്മാരും അങ്ങനെ തന്നെ വേണമായിരുന്നു. അവരൊക്കെ ധരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ 3 സഹോദരിമാർ കന്യാസ്ത്രീകളായിരുന്നു. 2 പേര് മരിച്ചു, ഇപ്പോഴും ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ 15-16 വയസ്സിൽ സന്യാസത്തിലേക്ക് പ്രവേശിക്കുക അവർ. ഈ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ ആ രീതിയിൽ ട്രെയിൻഡാണ്. എറണാകുളം നഗരത്തിൽ കൂടെ നടക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് അല്ലെ സാധാരണ മനുഷ്യന് എതിരെ പ്രാന്തൻ വരാം, മതം വെട്ടി ആന വരാം, ഓവർ സ്പീഡ് ഓടിക്കുന്ന വണ്ടി വരാം, സ്ഥലം മാറിപ്പോവാം. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവരുടെ സെക്യൂർഡാണ്. അവരുടെ മാതാപിതാക്കൾ പോലും ഈ കൈമുത്തിയിട്ട് അച്ചോ എന്ന് വിളിക്കുന്നതാണ് അവർ 23 വയസ്സിൽ കാണുന്നത്. സെക്യൂർഡായ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ് അവർ. സെക്യൂർഡും കൂടെയാണ്. പൊതുജനങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ല. ഉള്ളത് അവരുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങളൊക്കെ പറയുന്ന ഭാഷയിൽ പള്ളിമുട്ടന്മാരാണ് കൂടെയുള്ളത്. അവർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവരാണ് അച്ഛന്മാരും മെത്രാന്മാരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. കാരണം കൂടെ പറയാം. ഈ കാലാകാലങ്ങളായി നമുക്ക് പരിചയമുള്ള അച്ഛന്മാർ, എനിക്ക് ധാരാളം അച്ഛന്മാരുമായിട്ട് പരിചയമുണ്ട്. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ച കാട്ടറാത്ത് വർക്കി അച്ഛൻ്റെ പേരക്കുട്ടിയുടെ മകനാണ് ഞാൻ, പട്ടേണൽ സൈഡിൽ. പക്ഷേ ഈ സഭയുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തത് കൊണ്ടല്ല ഇത്. പക്ഷേ ഇവർക്കാർക്കും ലോകപരിചയമില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ സ്ട്രീറ്റ് വൈസ് അല്ല എന്ന് പറയും. ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് പരിഹരിക്കാമെന്ന് ഇവർക്കറിയില്ല. അറിയില്ലാത്തതിൻ്റെ കാരണം അങ്ങനെയുള്ള അഭിമുഖീകരിച്ചിട്ടില്ല. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരിയുണ്ടോ എൻ്റെ വീട്ടിലെന്ന്, അല്ലെങ്കിൽ പുട്ടിന് കടലയുണ്ടോ, പുട്ടിന് ഭക്ഷണമുണ്ടോ, പഴമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവനാണ് ഞാൻ. അത് ചിന്തിക്കേണ്ട ചുമതല ഇവർക്കില്ല. അവർക്കത് അന്വേഷിക്കുകയേ വേണ്ട. സെമിനാരിൽ പഠിക്കുമ്പോഴും വേണ്ട, സഭയിലായിരിക്കുമ്പോഴും വേണ്ട. കേരളത്തിലെ സിറിയാനി സഭയിലുള്ളവർക്കെല്ലാം 15 ലക്ഷത്തിൽ താഴെയുള്ള ഒരു വണ്ടിയുള്ളവരാരുമില്ലല്ലോ. നടന്നു പോകുന്ന ഏതെങ്കിലും അച്ഛനുണ്ടോ ഇവിടെ? ഞാൻ കണ്ട ഒരേ ഒരു അച്ഛൻ തേലക്കാട്ടച്ഛൻ, അച്ഛത്തിന് ഇപ്പോഴും വണ്ടിയില്ല, അന്നുമില്ലായിരുന്നു ഞാൻ കാണുന്ന കാലം. ബാക്കിയെല്ലാം 15 ലക്ഷത്തിൽ താഴെ. എന്താ 15 താഴെയല്ല, മുകളിൽ. അങ്ങനെ സുലോലൂരായിട്ടാണ് ജീവിക്കുന്നത്. 350 cc മോട്ടോർ സൈക്കിളിലാണ് അച്ഛനായിട്ട് 1 കൊല്ലം കഴിയുമ്പം കൊച്ചച്ഛന്മാർ വരുന്നത്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇതിനൊക്കെ എവിടെ പണം, എവിടുന്ന് കിട്ടുന്ന പണം ഇതൊക്കെ? അച്ഛനായിരിക്കുക എന്നുള്ള അവരുടെ അവസ്ഥ കൊണ്ട് ലഭിക്കുന്നതാണ്. ബസിലിക്കയിൽ വികാരി ആയിരിക്കുന്നവർക്ക് 4-5 ലക്ഷം രൂപ പുറത്തുനിന്ന് വരുന്നവർ വെറുതെ കൊടുക്കും, ആർക്കെങ്കിലും സഹായിക്കാനും പറഞ്ഞ്. അതിന് കണക്കൊന്നുമില്ല. അത് മോഷിക്കുന്നൊന്നുമല്ല. അത് ആർക്കാ കൊടുക്കുന്നതെന്നുള്ള അവരെ അന്വേഷിക്കുന്നുമില്ല. അതുപോലെ കൗൺസിലിങ്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. സിനഡ് പിതാക്കന്മാർ മാർപ്പാപ്പായെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു സ്വതന്ത്ര സഭയാണ്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്? സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാബേ തട്ടിലും അഡ്മിനിസ്ട്രേറ്റർ മോസ്കോ പുത്തൂർ പിതാവും കൂടെ ഇറക്കിയ 9-ാം തീയതി ഇറക്കിയ ഇടയലേഖനമുണ്ട്. അതിൽ വത്തിക്കാൻ്റെ നിർദ്ദേശമുണ്ടെന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. അതനുസരിച്ചാണെന്ന് പറയുന്നുണ്ട്. സിനഡിൻ്റെ ഇതിനകത്തൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് ഇവിടെ ഭരണം. അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലീത്തായുടെ സ്ഥാനം വഹിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം ഇവിടുത്തെ ഭരണം നടക്കാൻ. അക്കൂട്ടത്തിൽ
പേപ്പർ ഡെലിഗേറ്റ് സിറിൽ ബാസിൽ മെത്രാപ്പൊലിത്തയായിട്ട് ഇവർ കൺസൾട്ട് ചെയ്തിട്ടേ കാര്യങ്ങൾ നടത്താനൊക്കെയുള്ളൂ. സിനഡിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ യാതൊരുവിധ അധികാരവും ഇല്ല എന്ന ഉള്ളത് വസ്തുതയപ്പം. അതുതന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനമേറ്റതിന് ശേഷം എനിക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞത്. അതിനൊരു ചെറിയ തെറ്റുണ്ട്. കാരണം അദ്ദേഹം മെത്രാപ്പോലീത്ത എന്ന സ്ഥാനം അദ്ദേഹത്തിനാണ്. ടൈറ്റുലർ ഹെഡ്, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ടൈറ്റുലർ ഹെഡ് മേജർ ആർച്ച് ബിഷപ്പ് എന്ന പക്ഷേ റോമിന്റെ ഭരണത്തിലാണല്ലോ ഇപ്പം. റോമിന്റെ ഭരണത്തിലാണെങ്കിലും ഇദ്ദേഹത്തുമായിട്ട് കൺസൾട്ട് ചെയ്യണം. മേജർ ആർച്ച് ബിഷപ്പുമായിട്ടും ബോസ്കോ പുത്തൂർ പിതാവ് ഇവർ രണ്ടുപേരുമായിട്ടും കൺസൾട്ട് ചെയ്യണം. പേപ്പർ ഡെലിഗേറ്റുമായിട്ടും കൺസൾട്ട് ചെയ്യണം, മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് കൺസൾട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് സ്വയം ഈ എറണാകുളം അങ്കമാലി അതിരൂപത ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ രൂപതയിൽ നിന്നും മാനന്തവാടി രൂപതയിൽ നിന്നും ഒക്കെ ഒത്തിരിയേറെ വൈദികർ എറണാകുളത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ട്രേഡ് യൂണിയൻ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികർ വന്നു. ഇവർക്ക് സഭയോട് യാതൊരുവിധ താല്പര്യം ഉള്ളതായിട്ട് അറിയില്ല. ഇതുകൊണ്ടൊരു നഷ്ടം വന്നത് ആർക്കാ? വിശ്വാസികൾക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല. വൈദികർക്കും മെത്രാന്മാർക്കുമാണ് സമൂഹത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ട ഈ തർക്കം കൊണ്ട്. അവരാ ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊണ്ടവരല്ല. അവർ പണ്ടും തിരിഞ്ഞിരിക്കുന്നവർ തന്നെ. ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് അല്ലാതെ നമുക്കറിയാവുന്നവരാണ്. അതുകൂടാതെ ഈ അകാലത്തിൽ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും ഈ മൂക്കാതെ പഴുത്ത ചിലരും കൂടെ കൂടിയിട്ടുണ്ട് അവരുടെ കൂടെ. അതുകൊണ്ടുണ്ടായ കുഴപ്പങ്ങളാണ്. സഭ എന്താണെന്ന് ധരിക്കണം, സഭാ നേതൃത്വം എന്താണെന്ന് ധരിക്കണം. ഈ സഭ കൊണ്ട് ഉദാഹരണം പറയാം. സഭയ്ക്ക് ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ആർക്കും അതുകൊണ്ടുള്ള പ്രയോജനം? വിശ്വാസിക്ക് വല്ല പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. മെത്രാന്മാരുടെ ചിങ്കിടികളാണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും, അല്ലെ ജോലി കിട്ടും, അല്ലെ വൈദികരുടെ ചിങ്കിടികളായിരിക്കണം. ഉദാഹരണത്തിന് എറണാകുളത്തെ ഹോസ്പിറ്റലിൻ്റെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല. മറ്റ് പ്രൈവറ്റ് ആൾക്കാർ നടത്തുന്ന ഹോസ്പിറ്റലിൽ അതിനേക്കാൾ പൈസ കുറവുണ്ട്. ഞാനിവിടെ എല്ലാം ചികിത്സിക്കുന്നവനാണ്, ഞാനിത് കാണുന്നവനല്ലേ. അപ്പം സഭയ്ക്ക് സ്ഥാപനങ്ങളുണ്ടായതുകൊണ്ട് വിശ്വാസിക്ക് ഒരു പ്രയോജനവുമില്ല. 1. 2, സഭാ സ്ഥാപനങ്ങൾ നടത്തുകയല്ല അഭിഷിക്തരുടെ ചുമതല. വ്യവസായം നടത്തുന്നത് അഭിഷിക്തരുടെ ചുമതലയല്ല. പശുവിനെ കറക്കാൻ പിന്നെ പട്ടം കിട്ടിയ അച്ഛൻ വേണ്ട, അല്ലെ എരുമയെ കറക്കാൻ വേണ്ട. ആശുപത്രികൾ നടത്താൻ മാനേജ്മെൻ്റ് ഉണ്ട്. അച്ഛന്മാരല്ലാതെ എത്ര പേരുടെ നല്ല ഒന്നാം തരം ആശുപത്രികളുണ്ട് ഇവിടെ എറണാകുളം നഗരത്തിലേക്ക് വെച്ച് നമുക്ക് നോക്കിയാൽ. ഉദാഹരണം പറഞ്ഞാൽ ആ ബിലിവേഴ്സ് ചർച്ചിൻ്റെ ആശുപത്രി മെഡിക്കൽ കോളേജ് ഒന്ന് അന്വേഷിക്കുക. 25 രൂപയേ ഉള്ളൂ കൺസൾട്ടിങ് ഫീസ്. കാരണം എൻ്റെ മൂത്ത മകൾ ഡോക്ടറാണ് ജർമ്മനിയിൽ. എൻ്റെ മൂത്ത മകൾക്കൊപ്പം പഠിച്ചവർ അവിടെ പ്രൊഫസർമാരുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യം അറിയാം. നേരെ മറിച്ച് എറണാകുളത്തെ നമ്മുടെ ആശുപത്രികളിലൊക്കെ ഉള്ളത് എന്താ? നമ്മുടെ എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടേതായ ആശുപത്രികളിൽ, അല്ലെങ്കിൽ വിശ്വാസികളുടെ ആശുപത്രികളിൽ, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെ ആശുപത്രികളിലൊക്കെ ഒന്നും ഇത്രയും കാശില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാവുന്നതല്ല. അപ്പം ഇപ്പം സേവനമൊന്നുമല്ല, ഇപ്പം വേതനം മേടിച്ചിട്ട് ജോലി ചെയ്യുകയാണ്. വൈദികരും അങ്ങനെ തന്നെയാണ്. അവരെന്താ ചെയ്യുന്നത്? എല്ലാത്തിനും വേതനമുണ്ട്. വിശ്വാസികൾക്ക് യാതൊരുവിധ ബാധ്യതകളുമില്ല. വിശ്വാസികളോട് അവർക്കൊരു പ്രതിബദ്ധതയുമില്ല. ഈ സമരം കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സമരം കൊണ്ട് 3000 വരുന്ന കന്യാസികളും അച്ഛന്മാരും മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അച്ഛന്മാരെല്ലാവരും കൂടെ മുദ്രാവാക്യം വിളിച്ചു ഒരു ദിവസം കുർബാന ചെല്ലുന്നു. മാറി മാറി വിശ്വാസരാഹിത്യം കൊണ്ട് ചെയ്യുന്നവരുണ്ട്. പല അച്ഛന്മാരെയും പേരെടുത്ത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. ഇവരെല്ലാം മറ്റ് രൂപതകളിൽ നിന്നുള്ളവർക്ക് ഇവർക്ക് പിന്തുണ വന്നു എന്ന് പറയുന്നില്ലേ? അതിന് കാരണം ഇവരെല്ലാം പഠിച്ച ഒരു സെമിനാരില്ല, ഒരുമിച്ച് പഠിച്ചവരാ കൂടുതൽ പേരും. അപ്പം നമുക്ക് പബ്ലിക്കായിട്ട് ഇത് പറയുന്നില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നുള്ളേ ഉള്ളൂ. ഞാൻ ലോ കോളേജിൽ പഠിച്ചപ്പോഴുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നവരാ. അതിൻ്റെ സത്യമാണോ നീതിയാണോ എന്നുള്ളതല്ല. നമ്മൾ പറയുന്നത് നമ്മുടെ സ്നേഹബന്ധം കൊണ്ട് ചെയ്യുന്നവരുണ്ട് ധാരാളം പേര്. ഇതിലേതാ ശരി നമുക്കറിയാവോ? ഈ മനഃശാസ്ത്രപരമായിട്ടോ തിയോളജിക്കലായിട്ടോ ഒന്നും വിശ്വാസികൾക്ക് കൂടുതലായിട്ട് അറിവില്ല. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കത്തോലിക്ക സഭയാണ്. ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞ കോപ്പർനിക്കസ് പറഞ്ഞ ഇറ്റലിക്കാരനാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ പറഞ്ഞു. അയാളെ സഭ തള്ളിപ്പറഞ്ഞു. ഇപ്പം 2-3 വെർഷൻസ് ഉണ്ട് ഗലീലിയോയുടെ ഗതിയെപ്പറ്റി. അത് നമുക്ക് പ്രസക്തമല്ല. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നു. ഈ
രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മാത്രമല്ല നമുക്കുള്ളത്. അതിനുശേഷം എത്ര കൊല്ലമായി ഇപ്പോൾ. അതിനുശേഷം ഈ സിനഡിന് പരമാധികാരം വന്നു. സൂയി ജൂസിസ് ചർച്ചായി സീറോ മലബാർ സഭ. നമുക്ക് പാത്രിയാർക്കീസ് പദവി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അല്പം കൂടെ പുരോഗമനം ഉണ്ടാകുമായിരുന്നുള്ളൂ. അത് ഈ കോൺട്രവേഴ്സി വന്നതുകൊണ്ട് ആ പദവിയും നമുക്കില്ലെന്നാകും. ജൂലൈ 3 ശേഷവും ജനാബി കുർബാന എറണാകുളം അങ്കമാലി രൂപതയിൽ ചൊല്ലിയാൽ അത് ചെല്ലുന്ന വൈദികരെ പുറത്താക്കുമെന്നും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, കല്യാണം പോലുള്ള മറ്റു കർമ്മങ്ങൾ വാല്യൂഡ് അല്ലാതാകും, അത് അസാധുവാകും എന്നൊക്കെ പത്രമാധ്യമങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ അത് ജനാബി കുർബാന അർപ്പിക്കുന്ന വൈദികരെ മഹറോൻ ചെല്ലും എന്നുമൊക്കെ പറഞ്ഞു. ഈ മഹറോൻ ചെല്ലുക എന്നൊക്കെ പറയുന്ന ഒരു പഴയകാല ആചാരമാണ്. നമ്മൾ ഈ പുതിയ യുഗത്തിൽ ഈ പഴയകാല ആചാരങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 2022 ജനുവരി മാസത്തിൽ ഒരു പത്രസമ്മേളനം ഞങ്ങളെല്ലാവരും കൂടെ നടത്തി. അതുവരെ വിമതന്മാരായ അവരുടെ കാര്യങ്ങൾ മാത്രമേ പത്രമാധ്യമങ്ങളിൽ കൂടി വരുന്നുള്ളായിരുന്നു. ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് സംയുക്ത സഭാ സംരക്ഷണ സമിതി നിലവിലുള്ളത്. അതിൻ്റെ ഏക ലക്ഷ്യം സിനഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ കുർബാനക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുക എന്ന് മാത്രമാണ്. സഭയെ നന്നാക്കാനോ വൈദികരെ നന്നാക്കാനോ അതുപോലെ കൂടാതെ സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റുന്നതിനോ പഴയ സിനഡ് ജനാഭിമുഖമല്ലാത്ത കുർബാനക്രമം നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ് നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പഴയ നസ്രാണി വിശ്വാസികളുടെ കാലഘട്ടത്തിലേക്ക് മാറുന്നതിനോ ഇടവക ഭരണസമിതികൾ കയ്യിലേക്ക് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട രീതി വരണമെന്നോ ഒന്നും ഞങ്ങൾക്ക് യാതൊരുവിധ ലക്ഷ്യങ്ങളും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഏകീകൃത കുർബാനക്രമം നടപ്പാക്കാവുന്ന ഒറ്റ ലക്ഷ്യം മാത്രമല്ലാതെ വേറെ യാതൊന്നും ഈ സംയുക്ത സഭാ സംരക്ഷണ സമിതിയുടെ ലക്ഷ്യത്തിലില്ല. അതിനുവേണ്ടി വിമതരുടെ ശബ്ദമല്ലാതെ ഞങ്ങളുടെ ശബ്ദം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുൻവശത്ത് ഏകദേശം 57 ദിവസം ഞങ്ങൾ 500 പേരെ പലപ്പോഴായി മാറി മാറി നിരാഹാര സമരം നടത്തുകയുണ്ടായി. ആ നിരാഹാര സമരത്തിന് ശേഷം അന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് നിരാഹാര സമരം ഞങ്ങൾ പിൻവലിച്ചു. അതിനുശേഷം ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് ഞങ്ങളെ വിഷമിപ്പിക്കുന്നു. വത്തിക്കാനിൽ വന്നതിന് ശേഷവും ഈ സിനഡാനന്തര അറിയിപ്പ് എന്നിപ്പോൾ നമ്മൾ കാണുന്നത് യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെ വന്നതാണ്. അതൊരു അറിയിപ്പ് മാത്രമായിട്ടാണ് നിലകൊള്ളുന്നത്. അത് സഭയുടെയും സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും തീരുമാനങ്ങൾക്ക് 100-150% വെള്ളം ചേർത്തതാണ്, ഡൈല്യൂട്ടഡാണ്. അത് ഇടവകളിൽ വായിക്കണമെന്നോ ആരെങ്കിലും അത് ജനങ്ങളെ അറിയിക്കണമെന്നോ ആ അറിയിപ്പിലില്ല. എങ്കിൽ പോലും സഭാ നേതൃത്വം ഇട്ടതായതുകൊണ്ട് അല്ലെ സഭാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി പുറത്തേക്ക് വന്നതായതുകൊണ്ട് അതും നടപ്പാകുമോ എന്ന് നോക്കുക എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തീരുമാനം. അതുകൂടാതെ ഈ ജൂൺ മാസം 9-ാം തീയതി അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും അഭിമന്യ ബോസ്കോ പിതാവും ഒരു ഇടയലേഖനം എല്ലാ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായി നൽകിയിട്ടുണ്ട്. അത് എല്ലാ വൈദികർക്കും വിശ്വാസികൾക്കും സന്യസ്തർക്കും ബാധകമാണ്. ആ രീതിയിൽ അത് നടപ്പാക്കുക എന്നുള്ളത് സഭയുടെ ചുമതലയാണ്, സഭാ നേതൃത്വത്തിൻ്റെ ചുമതലയാണ്, വിശ്വാസികളുടെ ചുമതലയല്ല. വിശ്വാസികൾക്ക് അതിനു വേണ്ടി സഭാ നേതൃത്വത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നല്ലാതെ നിയമപരമായി ഞങ്ങൾക്ക് മറ്റ് അധികാരങ്ങളൊന്നും വിശ്വാസികൾക്കില്ല. ആ സാഹചര്യത്തിൽ ഈ 9-ാം തീയതിയിലെ സർക്കുലർ അതിന് നിയമവിധേയമാണ്. അത് മാർപ്പാപ്പായുടെ തീരുമാനങ്ങൾക്ക് വിധേയമാണ്. മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. 2023 ഡിസംബറിൽ മാർപ്പാപ്പയുടേതായ ഒരു ഡിക്രി വന്നിരുന്നു. 2023 ഡിസംബർ 25 മുതൽ
ഏകീകൃത കുർബാനക്രമം ആരംഭിച്ചിരിക്കണം. അതിനു മുമ്പുള്ള പല ഡിഗ്രികളിലും കത്തീഡ്രൽ ബസിലിക്കയിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഫോർമേഷൻ സെൻ്ററുകളിലും സന്യസ്ത ഭവനങ്ങളിലും ഏകീകൃത കുർബാന രീതി മാത്രമേ നടപ്പാക്കാവൂ, അത് മാത്രമേ അനുവർത്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. ഈ സിനഡാനന്തര അറിയിപ്പിലും ബസിലിക്കയെ പറ്റി, കത്തീഡ്രലിനെ പറ്റി ഒന്നും പറയുന്നില്ല. തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റിയും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എങ്കിലും സഭാ നേതൃത്വത്തെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു. ഇനി സഭാ നേതൃത്വം അല്പം കൂടി കർക്കശിതമായി ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. 31 മാസമായ തീരുമാനങ്ങൾ നടപ്പാകുന്നില്ല. അതിനിടയിൽ സ്പെഷ്യൽ സിനഡ് വന്നു, വത്തിക്കാനിൽ പലതവണ പോയി വന്നു, കരിയൽ മെത്രാപ്പോലീത്തയുടെ സ്ഥാനഭ്രംശമുണ്ടായി, മേജർ ആർച്ച് ബിഷപ്പ്മാർ ആലഞ്ചേരി പിതാവിൻ്റെ രാജി അവിടെ സ്വീകരിക്കപ്പെട്ടു, താഴത്ത് പിതാവിൻ്റെ രാജിയും സ്വീകരിച്ചു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കാർക്കശ്യത്തോടുകൂടി ഇത് നടപ്പാക്കാത്തതെന്ന് ഞങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും വൈദികനെ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അത് ഞങ്ങളുടെ ഡിമാൻഡുമല്ല. ഞങ്ങൾക്ക് ഈ ഏകീകൃത കുർബാനക്രമം എല്ലാ രൂപതയിലും നടപ്പാക്കിയതുപോലെ, മറ്റു രൂപതയിൽ നടപ്പാക്കിയ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടവകകളിലും നടപ്പാക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളുടെ സംഘടന നിലകൊള്ളുന്നത്. ഇത്രയും നേരം ഞങ്ങളുമായി സംവദിച്ച ശ്രീ മത്തായി മുദ്രേന്തിക്ക് മരിയ വിഷൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.